പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ അഖിൽ മഞ്ചേരി. A+ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് SSLC കേരള പാഠാവലിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള എസ്സേ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് നേരിട്ട് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ പാഠഭാഗം ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന ഭാഗമാണ്. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. 1. എഴുത്തച്ഛൻ്റെ രചനാശൈലിയുടെ സവിശേഷത എന്ത്? 2. എഴുത്തച്ഛൻ കൃതികളുടെ സവിശേഷത എന്ത്? 3. ശ്രീരാമൻ ലക്ഷ്മണന് നൽകുന്ന ഉപദേശം മനുഷ്യരാശിക്ക് കൂടിയുള്ള ഉപദേശമായി മാറുന്നുണ്ടോ? 4. എഴുത്തച്ഛൻ കൃതികളിലെ തത്വചിന്ത വിശദമാക്കുക. 5. ശ്രീരാമൻ ലക്ഷ്മണന് നൽകുന്ന ഉപദേശങ്ങളിൽ മനഃശാസ്ത്ര സമീപനങ്ങൾ എങ്ങനെ കാണുന്നു? അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരങ്ങൾ ഞാൻ ചുവടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരൊറ്റ ഉത്തരമാണ് ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഉത്തരങ്ങൾ. വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക, ഉത്തരം ശ്രദ്ധിക്കുക. മനുഷ്യ ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ചും ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുമെല്ലാം വ്യക്തമായ ദർശനങ്ങൾ എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നുണ്ട്. ആധ്യാത്മിക ചിന്തയുടെ പ്രകാശമാണ് ഈ കാവ്യങ്ങൾ പ്രസരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തത്വചിന്തയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ലക്ഷ്മണ സാന്ത്വനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കോപാക്രാന്തനായ അനുജൻ ലക്ഷ്മണനെ സമചിത്തനാക്കാൻ ആചാര്യൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേരളീയ സമൂഹത്തോടുള്ള ഉദ്ബോധനങ്ങളാണ് എന്ന് കാണാം. ഈ ജീവിതം നശ്വരമാണ്. നമുക്ക് ദൃശ്യമായിട്ടുള്ളതെല്ലാം തന്നെ നശിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അസത്യങ്ങളുമാണ്. അവയ്ക്ക് വേണ്ടി രോഷം കൊള്ളുന്നതിൽ എന്തർത്ഥമാണുള്ളത്? പാമ്പിൻ്റെ വായിലിരുന്ന് ഭക്ഷണം തേടുന്ന തവളയെപ്പോലെയാണ് കാലമാകുന്ന പാമ്പിൻ്റെ വായിലിരുന്ന് മനുഷ്യൻ സുഖഭോഗങ്ങൾക്ക് കൊതിക്കുന്നത്. മനുഷ്യബന്ധങ്ങളും അസ്ഥിരങ്ങളാണ്. ആകെ നോക്കുമ്പോൾ എല്ലാം വെറും സ്വപ്നമാണ്. ദേഹം മൂലമാണ് മനുഷ്യന് അഹങ്കാരമുണ്ടാവുന്നത്. ആ അഹങ്കാരം കൊണ്ട് താൻ പലതുമാണ് എന്ന് കരുതിയിരിക്കുമ്പോൾ ചത്ത് മണ്ണിൽ ചേർന്ന് പോകുന്നു. എല്ലാ ദോഷങ്ങൾക്കും കാരണം രോഷമാണ്. ദേഹമാണ് താൻ എന്ന ബുദ്ധി മോഹത്തെ ഉണ്ടാക്കുന്ന അവിദ്യയാണ്. ഞാൻ ആത്മാവാണ് എന്ന അറിവാണ് വിദ്യ. സംസാര ദുഃഖത്തെ ഉണ്ടാക്കുന്നത് അവിദ്യയും സംസാര ദുഃഖത്തെ ഹനിക്കുന്നത് വിദ്യയുമാണ്. അതുകൊണ്ട് ഏകാഗ്രചിന്തയോടെ വിദ്യ അഭ്യസിക്കേണ്ടതാണ് തുടങ്ങിയ തത്വചിന്തകളാണ് ശ്രീരാമൻ ലക്ഷ്മണന് ഉപദേശിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ സുഖം മാത്രമായോ ദുഃഖം മാത്രമായോ അനുഭവിക്കേണ്ടി വരില്ല. അവ ഇടകലർന്നു വരും. അപ്പോൾ ദുഃഖം വരുമ്പോൾ വിലപിക്കുകയോ സുഖം വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുകയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇങ്ങനെ മാനവകുലത്തിന് തന്നെ സമചിത്തതയോടെ വസിക്കാൻ സഹായിക്കുന്ന തത്വചിന്തകളാണ് തുഞ്ചത്താചാര്യൻ തൻ്റെ കാവ്യങ്ങളിലൂടെ പകർന്നു നൽകിയത് എന്ന് പഠിച്ചു വയ്ക്കുക. രണ്ടാമത്തെ പാഠം ഋതുയോഗം. ഈ പാഠത്തിൽ നിന്ന് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇപ്രകാരമാണ്. 1. ശാകുന്തളം നാടകത്തിൻ്റെ സവിശേഷത എന്ത്? 2. നാടകീയ സന്ദർഭങ്ങൾ ശാകുന്തളത്തിൽ കടന്നു വരുന്നത് എങ്ങനെ? 3. ദുഷ്യന്ത മഹാരാജാവ് സർവദമനൻ തൻ്റെ മകനാണെന്ന് മനസ്സിലാക്കിയ സന്ദർഭങ്ങൾ വിശദമാക്കുക. ഉത്തരം ശ്രദ്ധിക്കുക. ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനെ സഹായിച്ചതിന് ശേഷം സ്വരാജ്യത്തേക്ക് മടങ്ങുന്ന വഴിയിൽ ഹേമകൂട പർവ്വതത്തിലെ കശ്യപാശ്രമത്തിൽ ഇറങ്ങുകയാണ് ദുഷ്യന്തനും ദേവേന്ദ്രൻ്റെ തേരാളിയായ മാതലിയും. അപ്പോൾ മുതൽക്ക് തന്നെ നാടകീയ സന്ദർഭങ്ങൾ അനുനിമിഷം ഓരോന്നായി പുരോഗമിക്കുന്ന വിധത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് കാണാം. അവിടെ വച്ച് ദുഷ്യന്തൻ്റെ തോള് തുടിക്കുന്നുണ്ട്. അതൊരു നല്ല ലക്ഷണമാണല്ലോ. എന്നാലും അദ്ദേഹം കരുതുന്നത് അത് വെറുതെയാണ് എന്നാണ്. കാരണം ശ്രേയസ് വരുമ്പോൾ അതിനെ കൈവിട്ടാൽ പിന്നെ മടക്കി കിട്ടുകയില്ലല്ലോ. ശകുന്തള അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടും തിരസ്കരിക്കുകയാണല്ലോ ചെയ്തത്. തുടർന്ന്
അമ്മയുടെ മുല കുടിക്കുന്ന സിംഹക്കുട്ടിയുടെ പല്ലെണ്ണാൻ ശ്രമിക്കുന്ന ബാലനെ അവതരിപ്പിക്കുകയായി. അവനെ കാണുമ്പോൾ തന്നെ സ്വന്തം പുത്രനെപ്പോലെ സ്നേഹം തോന്നുന്നുണ്ട്. കളിക്കോപ്പ് കിട്ടാനായി കൈ നീട്ടുമ്പോൾ അവൻ്റെ കയ്യിലെ ചക്രവർത്തി ലക്ഷണവും അദ്ദേഹം കാണുന്നു. അവനെ വിളിക്കുവാൻ വേണ്ടി തൊടുമ്പോൾ ആ സ്പർശന സുഖവും അദ്ദേഹം അനുഭവിക്കുന്നു. പിന്നെ രണ്ടു പേർക്കും ഒരേ ഛായയാണെന്ന് താപസി കണ്ടെത്തുന്നു. അത് അവനും പുരുവംശത്തിൽ പിറന്നവനായതുകൊണ്ടായിരിക്കാം എന്ന് രാജാവ് കരുതുന്നുണ്ട്. അപ്സര സംബന്ധം കൊണ്ട് ആ ബാലൻ്റെ മാതാവ് ദേവഗുരുവായ കശ്യപൻ്റെ ആശ്രമത്തിൽ അവനെ പ്രസവിച്ചതാണ് എന്ന് കേട്ടപ്പോൾ ദുഷ്യന്തൻ്റെ ആശയ്ക്ക് ഒരു താങ്ങും കൂടിയായി. ധർമ്മപത്നിയെ ഉപേക്ഷിച്ചു പോയ ദുഷ്യന്തൻ്റെ പേര് താപസി പറയാൻ ഇഷ്ടപ്പെട്ടില്ല. ആ കഥയും തന്നെയാണ് കുറിക്കുന്നത് എന്ന് ദുഷ്യന്തൻ ചിന്തിച്ചു. ആ ബാലൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന രക്ഷ രാജാവെടുത്തത് ഏറ്റവും വലിയ തെളിവായി. കാരണം അതെടുക്കാൻ കഴിയുന്നത് ആ ബാലനും അവൻ്റെ അച്ഛനമ്മമാർക്കും മാത്രമാണ്. മറ്റുള്ളവർ ആരെങ്കിലും തൊട്ടാൽ അത് സർപ്പമായി തീരുകയും എടുത്ത ആളെ ദംശിക്കുകയും ചെയ്യും. അങ്ങനെ ആ ബാലൻ സർവദമനൻ തൻ്റെ പുത്രനെന്ന് രാജാവ് ഉറപ്പിച്ചു. തൻ്റെ പിതാവ് ദുഷ്യന്തനാണ് എന്ന് ബാലൻ പറയുകയും ചെയ്തു. ഇങ്ങനെ ക്രമത്തിലാണ് സത്യം വെളിവാകുന്നത്. എന്നാൽ ശകുന്തള അവിടെ എത്തിയപ്പോഴോ പശ്ചാത്താപം കൊണ്ട് ആളാകെ മാറിപ്പോയ ദുഷ്യന്ത രാജാവിനെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു. വീണ്ടും ഒരു നാടകീയ സന്ദർഭം. രാജാവ് തന്നെ സത്യം വെളിവാക്കുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നതോടെ നാടകം ശുഭ പര്യവസായിയായി ആകുന്നു. ഇതാണ് നാടകത്തിൻ്റെ കലാധർമ്മം. ഓരോ നിമിഷവും ആസ്വാദകൻ്റെ അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ ആകാംക്ഷയെ ഉണർത്തി ഇനി എന്ന് ചിന്തിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നയിച്ച് സത്യം കാട്ടിത്തരുന്ന വിദ്യ. ഇത് ശാകുന്തള നാടകത്തിൻ്റെ ഏതംഗം പരിശോധിച്ചാലും വ്യക്തമാവുന്നതാണ്. അടുത്ത പാഠം ശ്രദ്ധിക്കുക. പാവങ്ങൾ. ചോദ്യം ഇങ്ങനെയാണ്: ചെറിയ തെറ്റിന് വലിയ ശിക്ഷ നൽകുന്ന വ്യവസ്ഥിതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? 2. മെത്രാൻ്റെ തീരുമാനം ഴാങ്ങിൻ്റെ ജീവിതത്തെ മാറ്റിയത് എങ്ങനെ? 3. മെത്രാൻ എടുത്ത നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശദമാക്കുക. ഉത്തരം ശ്രദ്ധിക്കുക. ലോകത്തിലെ ഏറ്റവും മഹത്തായ നോവലുകളിൽ ഒന്നെന്ന് സർവരും സമ്മതിച്ചിട്ടുള്ളവയാണ് പാവങ്ങൾ. മഹത്വം ദിവ്യവുമായ ഒരു സന്ദേശം മനുഷ്യരാശിക്ക് നൽകുവാൻ വേണ്ടിയാണ് അദ്ദേഹം പ്രസ്തുത ഗ്രന്ഥം രചിച്ചത്. സ്നേഹത്തിനും ദയവിനും മനുഷ്യനെ രക്ഷിക്കാനും രൂപാന്തരപ്പെടുത്താനും കഴിയുമെന്നതാണ് ഈ നോവലിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം. മാനവ സമുദായ ഉദ്ധരണത്തിനുള്ള ഒരു സുവിശേഷ ഗ്രന്ഥമായാണ് ഹ്യൂഗോ ഇതിനെ കണക്കാക്കുന്നത്. ഈ പുസ്തകം തെറ്റിൽ നിന്ന് ശരിയിലേക്ക് മനുഷ്യനെ നയിക്കാൻ സ്നേഹത്തിനും കാരുണ്യത്തിനും ക്ഷമയ്ക്കും കഴിയുമെന്ന് തെളിയിക്കുന്നു. തടവു ശിക്ഷ തീർന്ന് പുറത്തിറങ്ങിയ ഴാങ്ങിന് ആരും അഭയം നൽകുന്നില്ല. അവസാനം കരുണയുടെയും ക്ഷമാശീലത്തിൻ്റെയും മൂർത്തരൂപമായ മെത്രാൻ അഭയം നൽകുന്നു. സർവരെയും സ്വാഗതം ചെയ്യുന്ന ആ ഭവനത്തിൽ നിന്ന് ഴാങ് വെള്ളി സാധനങ്ങൾ മോഷ്ടിക്കുന്നു. പോലീസ് പിടിയിലായ ഴാങ്ങിനെ മെത്രാൻ സ്നേഹപൂർവ്വം മാപ്പ് നൽകി അയാളിലേക്ക് നന്മയുടെ വെളിച്ചം പകരുന്നു. ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ നൽകുന്ന നിയമവ്യവസ്ഥ മാത്രമല്ല, തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകുന്ന സ്നേഹത്തിൻ്റെ വ്യവസ്ഥ കൂടി ലോകത്തുണ്ടെന്ന് ഴാങ് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. മനുഷ്യരെല്ലാം സഹോദരങ്ങളാണെന്ന് അംഗീകരിക്കപ്പെടണമെന്ന ശ്രേഷ്ഠമായ ആഹ്വാനമാണ് പാവങ്ങൾ എന്ന നോവൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം ഒരു തെറ്റു ചെയ്യാൻ ഇടയായവരെയും കഷ്ടപ്പെടുന്നവരെയും പതിതരെയും വിചാരണ ചെയ്ത് വിധിക്കുമ്പോൾ കൂടുതൽ ഔദാര്യം കാണിക്കണമെന്നും നോവലിസ്റ്റ് വാദിക്കുന്നു. സമുദായത്തിൽ വീണ്ടും ഉൾച്ചേരാൻ പാടുപെടുന്ന ഴാങ്വ ഴാങ്ങിനെയാണ് ഈ വാദം സമർത്ഥിക്കുവാനായി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. വീണ്ടും വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഴാങ്ങിനെ മെത്രാൻ്റെ കരുണയും മാപ്പ് കൊടുക്കലും രക്ഷിക്കുന്നു. പിന്നീട് ഴാങ് മാന്യനും സ്നേഹിക്കപ്പെടുന്നവനും ആയിത്തീരുന്നു.
ഇതിൽ നിന്ന് ഹ്യൂഗോ എല്ലാ രാജ്യക്കാർക്കും വേണ്ടി എഴുതിയതാണ് പാവങ്ങളെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നു. അടുത്ത പാഠഭാഗം വിശ്വരൂപം. ചോദ്യം ഇങ്ങനെയാണ്: സ്ത്രീത്വത്തിൻ്റെ വിശ്വരൂപമാണ് കഥയിൽ ആവിഷ്കരിക്കുന്നത്, വിശദമാക്കുക. മാഡം തലത്തിൽ നിന്ന് താഴത്ത് കുഞ്ഞുകുട്ടി അമ്മയിലേക്കുള്ള മാറ്റം വിശദമാക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് വരിക. ഉത്തരം ശ്രദ്ധിക്കുക. വിശ്വരൂപം എന്ന കഥയിൽ മിസിസ് തലത്ത് നന്മകളാൽ സമൃദ്ധമായ ഒരു നാട്ടിൻപുറത്താണ് ജനിച്ചതും വളർന്നതും. വിവാഹശേഷം ഭർത്താവിനോടൊപ്പം ലണ്ടനിലും യൂറോപ്പിലുമൊക്കെ താമസിച്ചപ്പോൾ പൗരസ്ത്യ സംസ്കാരത്തെ പാടെ മറന്നു. പാശ്ചാത്യ സംസ്കാരത്തെ ഉൾക്കൊണ്ട് കാലത്തിനും ദേശത്തിനുമനുസരിച്ച് അവർ ജീവിതം രൂപപ്പെടുത്തി. മിസ്റ്റർ തലത്തിൻ്റെ മരണശേഷം മിസിസ് തലത്ത് നാട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചപ്പോൾ സുധീർ അവരെ കാണാനെത്തി. അവർ നൽകിയ സ്വീകരണം സുധീറിനെ അത്ഭുതപ്പെടുത്തി. മാഡം തലത്ത് സാധാരണ ഒരു സ്ത്രീയായി, അമ്മയായി മാറിയിരിക്കുന്നു. സുധീർ യാത്രാനുവാദത്തിനായി എഴുന്നേറ്റ് തലകുനിച്ചു നിന്നു. സുധീറിൻ്റെ കണ്ണ് നിറഞ്ഞു. മാഡം തലത്ത് മരിച്ചുപോയി മോനെ. ഡോക്ടർ തലത്തിനോടൊപ്പം അവരും പോയി. ഇത് അമ്മയാണ്, താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ. കുട്ടികളെ അമ്മ തന്നെ വളർത്തണം. ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം. എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവും ആയിത്തീരുകയുള്ളൂ. പുതിയ ഭാര്യയെ ഇത് പഠിപ്പിക്കൂ, എങ്കിൽ അവർക്ക് സുഖമായിരിക്കും. മിസിസ് തലത്ത് കുട്ടികളെ പ്രസവിച്ചു എന്നല്ലാതെ വളർത്തുകയോ ലാളിക്കുകയോ സ്നേഹിക്കുകയോ ശാസിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മക്കളെക്കുറിച്ച് നല്ല ഓർമ്മകളൊന്നും അവരുടെ മനസ്സിലില്ല. മക്കളുടെ മനസ്സിലും. സുധീർ, എനിക്ക് നിൻ്റെ മനസ്സിലെങ്കിലും ജീവിക്കണം എന്ന് പറയുന്നതിൽ നിന്ന് അവരുടെ മാതൃത്വത്തിൻ്റെ വേദന വെളിപ്പെടുന്നു. സുധീർ പടിയിറങ്ങിയിട്ടും തിരിഞ്ഞു നോക്കി. വാതിൽക്ക് നിൽക്കുന്ന ആ വൃദ്ധയുടെ യഥാർത്ഥ രൂപം താനിന്ന് കണ്ടിരിക്കുന്നു. മാഡം തലത്തല്ല, ലേഡിയല്ല, സാമൂഹ്യ പ്രവർത്തകയല്ല, അമ്മ, വെറും അമ്മ. അമ്മ പ്രകൃതിയാണ്, സർവം സഹയാണ്. ചരാചരങ്ങൾ മുഴുവനുമടങ്ങിയ ഈശ്വര രൂപത്തെ, വിശ്വം മുഴുവൻ നിറഞ്ഞ രൂപത്തെയാണ് ആ അമ്മയിൽ സുധീർ ദർശിച്ചത്. അതുകൊണ്ട് സ്ത്രീത്വത്തിൻ്റെ വിശ്വരൂപമാണ് കഥയിൽ ആവിഷ്കരിക്കുന്നത്. അടുത്ത പാഠം കടൽ തീരത്ത്. ചോദ്യം ഇങ്ങനെയാണ്: കടൽ തീരത്ത് എന്ന കഥയുടെ ആഖ്യാന ശൈലിയുടെ പ്രത്യേകത വിശദമാക്കുക. അതുമല്ലെങ്കിൽ കടൽ തീരത്ത് എന്ന കഥയുടെ രചനാപരമായ പ്രത്യേകത വിശദമാക്കുക. അതുമല്ലെങ്കിൽ പൊതിച്ചോറിന് കഥാഗതിയിലുള്ള പ്രാധാന്യം വിശദമാക്കുക. ഉത്തരം ശ്രദ്ധിക്കുക. OV വിജയൻ്റെ പ്രസിദ്ധമായ കഥകളിലൊന്നാണ് കടൽ തീരത്ത്. പാഴുതറ എന്ന ഗ്രാമത്തിലെ ഒരു സംഭവമാണ് കഥയുടെ ഇതിവൃത്തം. സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഗ്രാമമാണ് പാഴുതറ. വെള്ളായപ്പൻ, കോടച്ചി, നീലിമണ്ണാത്തി, കുട്ടിയസൻ മാപ്പിള, പൊതിച്ചോറ്, പാഴുതറ എന്ന ഗ്രാമം, പാറാവുകാർ, കണ്ണൂർ ജയിൽ, കടൽ തുടങ്ങിയവയൊക്കെയാണ് കഥാപാത്രങ്ങൾ. ജീവനുള്ള കഥാപാത്രങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാധാന്യം ജീവനില്ലാത്ത കഥാപാത്രങ്ങൾക്കുമുണ്ട് എന്നത് മറ്റൊരു പ്രത്യേക സവിശേഷതയാണ്. വിദ്യാഭ്യാസം തീർത്തും കുറവായ ആളുകളാണ് ആ ഗ്രാമത്തിലുള്ളത്. നീലിമണ്ണാത്തി, കുട്ടിയസൻ മാപ്പിള ഇവരൊക്കെ അതിൻ്റെ പ്രതിനിധികളാണ്. കഥയുടെ മറ്റൊരു സവിശേഷത അതിൻ്റെ രചനാതന്ത്രമാണ്. തൂക്കിലേറ്റുന്നതിന് വിധിക്കപ്പെട്ട് ദിവസവും കാത്തു കഴിയുന്ന മകനെ കാണാനാണ് പിതാവ് യാത്ര പുറപ്പെട്ടത്. ആ പിതാവിൻ്റെ യാത്രയും അതിൻ്റെ പരിസമാപ്തിയുമാണ് കഥാതന്തു. ആ യാത്രക്കിടയിൽ മറ്റ് കഥാപാത്രങ്ങളുടെ കടന്നുവരവും പ്രകൃതി രമണീയതയെക്കുറിച്ചുമുള്ള കാവ്യാത്മകമായ പരാമർശങ്ങളും അനുഭവങ്ങളും ഒക്കെ കഥയെ മുന്നോട്ട് നയിക്കുന്നു. വീട്ടാത്ത കടങ്ങൾ പടച്ചവൻ്റെ സൂക്ഷിപ്പുകളാണ്. കൊടുക്കലിൻ്റെയും വാങ്ങലിൻ്റെയും ചരിത്രമാണ് മനുഷ്യജീവിതം. ജനനത്തിലൂടെ പിതൃക്കളോടും അച്ഛനമ്മമാരോടും സമൂഹത്തോടും കടപ്പെട്ടവനായി തീരുന്നു. നല്ല പ്രവൃത്തിയിലൂടെ മാത്രമേ ഈ കടം തീർക്കുവാൻ സാധിക്കുകയുള്ളൂ. കഥ പറയുന്നതിനോടൊപ്പം തന്നെ ചില മൂല്യങ്ങളെ കഥാകൃത്ത് മുറുകെ പിടിക്കുന്നു. അത് ആഖ്യാന ശൈലിയുടെ പ്രത്യേകതയാണ്. ഭാവതീവ്രമായ ആവിഷ്കാരത്തിൽ
ഭാഷയുടെ സൂക്ഷ്മമായ പ്രയോഗത്തിൻ്റെ അംശങ്ങളുണ്ട്. കൊച്ചുവാക്കുകൾ, വാക്യങ്ങൾ എന്നിവയിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന തീവ്രഭാവങ്ങൾ ആഖ്യാനകലയുടെ മികവാണ്. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിനു ചുറ്റും പിരിഞ്ഞു മുറുകുന്നതായി യാത്രക്കിടയിൽ വെള്ളായപ്പന് തോന്നി. ജയിലിലേക്കുള്ള വഴി ഏതെന്ന് വെള്ളായപ്പൻ അവരോട് ചോദിച്ചപ്പോൾ കാരണവരെ കട്ടാൽ മതി, ജയിലിലെത്തിച്ചേരാം എന്ന പരിഹാസമാണ് മറുപടിയായി വെള്ളായപ്പന് ലഭിച്ചത്. പുത്രനെ ഓർത്തുള്ള ദുഃഖത്താൽ പരവശനായ വെള്ളായപ്പൻ്റെ വ്യസനത്തെ വർദ്ധിപ്പിക്കുകയാണ് സമൂഹവും ചെയ്യുന്നത്. പ്രഭാതമായപ്പോൾ വെള്ളായപ്പൻ ജയിലിനു മുന്നിലെത്തി. അപരിചിതനെ കണ്ട പാറാവുകാരന് നീരസം തോന്നുകയും എങ്ങോട്ടായി രാവിലെ എന്നയാൾ ചോദിക്കുകയും ചെയ്തു. മകൻ ജയിലിലുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ജയിലിൽ നിന്ന് അയച്ചു കൊടുത്ത കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു. കടലാസ് വായിച്ച പാറാവുകാരൻ്റെ മുഖം കനിവുറ്റതായി. മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഏതു മേഖലയിലും ഉണ്ടാകും. ജയിലിനെക്കുറിച്ചുള്ള സൂക്ഷ്മമായ കാഴ്ചപ്പാട് വരെ ചോർന്നു പോവാതെ അവതരിപ്പിച്ചിരിക്കുന്നു. വധശിക്ഷ കഴിഞ്ഞ് ഒരു പേറ്റിച്ചിയെ പോലെ തൻ്റെ മകൻ്റെ ശരീരം വെള്ളായപ്പൻ ഏറ്റുവാങ്ങുന്നു. ശവം സംസ്കരിക്കാനുള്ള പണം ആ പിതാവിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. തോട്ടികളുടെ സഹായത്തോടെ പട്ടണത്തിന് പുറത്തുള്ള കുഴിയിൽ സംസ്കരിക്കുവാൻ ഒരുങ്ങുമ്പോൾ അയാൾ മകൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. അവിടെ നിന്നും വെയിലത്തലഞ്ഞ് അയാൾ കടപ്പുറത്ത് എത്തുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊതിച്ചോറ് മകനുള്ള ബലിച്ചോറായി അയാൾ ബലിക്കാക്കകൾക്ക് നൽകുന്നു. ഇത്രയുമാണ് ഈ പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എസ്എ ചോദ്യങ്ങളായി കാണുന്നത്. കുട്ടികൾ കൃത്യമായി വീണ്ടും വീണ്ടും ഈ ക്ലാസ്സുകൾ കേൾക്കുക. ഈ ചോദ്യ ഉത്തരങ്ങൾ വളരെ കൃത്യമായി പഠിച്ചു വെക്കാനും ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠങ്ങളുടെ എസ്എ ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം. നന്ദി, നമസ്കാരം.